കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ചൂട് കാലത്ത് കുറച്ച് പേരെങ്കിലും ഒഴിവാക്കുന്ന ഒരു ഭക്ഷണമാണ് ചിക്കൻ. അങ്ങനെ ചിക്കൻ ഒഴിവാക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇനി ഇങ്ങനെ വെച്ചാൽ മതി. പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. ഭയങ്കര സിമ്പിളാണ്. നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ വേവുന്ന സമയം മാത്രം, അപ്പോഴേക്കും കറി റെഡിയാവും. ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് 2-3 ദിവസം അങ്ങനെയൊന്നും വെച്ച് ഉപയോഗിക്കരുത്. ഉണ്ടാക്കി അന്ന് തന്നെ അത് ഫിനിഷ് ചെയ്യണം. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റൊക്കെ കുറയും. പിന്നെ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാൻ ചൂടാക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം 2 വലിയ സവാളയും 3-4 പച്ചമുളകും അരിഞ്ഞതും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ചെറുതായി വരണ്ടു വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കാം. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. അത് ഇഞ്ചിയാണ് കൂടുതൽ ചേർക്കുന്നത്, വെളുത്തുള്ളി 2 അല്ലി. അതെല്ലാം വഴണ്ടൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ചേർക്കാം. അപ്പോൾ ഇതൊരു 350 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇത് ഞാൻ ഉപ്പും മഞ്ഞളും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് കഴുകി വെച്ചതാണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി, വെള്ളമൊന്നും ഒഴിക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം, 1 കഷ്ണം കറുവാപ്പട്ട, 1 ഗ്രാമ്പു, 1 കുഞ്ഞു ഏലയ്ക്ക, പിന്നെ ആൾ സ്പൈസസ് ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇതിന്. കൂടുതൽ സ്പൈസസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ കൂടുതൽ വെന്ത് പോകരുത്. അതിനു മുമ്പ് ഈ മസാലക്കൂട്ട് ചേർക്കണം. കാരണം ഇനി ഈ മസാലക്കൂട്ടിൽ കിടന്നിട്ട് വേണം ഈ ചിക്കൻ വെന്ത് കിട്ടാൻ. ചിക്കൻ ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ വേവിക്കുന്നുണ്ട്. അതിനുശേഷം ഈ മസാലയെല്ലാം കൂടെ അരച്ചിട്ട് അതിലേക്ക് അല്പം വെള്ളവും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ചേർക്കാം. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു പകുതി 1/4 ഭാഗം വെന്ത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഇനിയിപ്പോൾ 1 മുറി തേങ്ങ എടുത്ത് ഞാൻ 1-ാം പാലും 2-ാം പാലും വേർതിരിച്ചെടുത്തിട്ട് അതിൽ 2-ാം പാൽ ആദ്യം ചേർക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ ഫുള്ള് വേവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം ചിക്കൻ ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് അതൊരു 1/4 ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ബാക്കി ഫുള്ള് വേകുന്നത് ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ച് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വീണ്ടും 1-ാം പാല് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1-ാം പാല് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. വളരെ എളുപ്പത്തിലും വെന്ത് കിട്ടും. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേകുമ്പോൾ ചിക്കന് നല്ല ടേസ്റ്റുമാണ്. മസാലയൊക്കെ പിടിച്ചിട്ട് ആദ്യം മസാലയിൽ വെന്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ തേങ്ങാപ്പാലിൽ വേകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്, നല്ലപോലെ ചൂടാക്കി എടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കറിവേപ്പില കൂടി ചേർത്തോളൂ. ഈ ചിക്കൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാൽ കറി ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പം അപാര ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ വേനലിൽ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ചേരുവകളൊക്കെ ചേർത്തുണ്ടാക്കിയാൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ മടി തോന്നില്ല. ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ചിക്കൻ കറി നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അല്പം തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.